അപ്പോൾ മാഷ് അതായത് പിന്നെ 60-ൽ കൂടുതൽ തിരക്കഥകൾ മാഷ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മാഷ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വിഡ്ഢി ചോദ്യമാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയും. അതായത് ഞാനൊരു സിനിമ കഥ എഴുതുന്നത് കഴിയുന്നതും ലളിതമായിട്ടാണ്. ശരി. അതിൽ ദുരൂഹത ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആ കഥ സിനിമയിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതിനെ പിന്നെ നിരൂപണം ചെയ്യുന്നതിനും അത് അതിൻ്റെ ആസ്വാദനമായിട്ടുമൊക്കെ ഞാൻ തന്നെ വേഷം കെട്ടുക എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. സിനിമ കണ്ടു, ജനങ്ങൾ കണ്ടു, ഇനി പിന്നെ അതിനെക്കുറിച്ച് അത് ഇങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, അത് ഞാനൊരു സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സ്റ്റൈലല്ല. എനിക്ക് താല്പര്യം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് മാഷക്ക് തോന്നുന്ന അങ്ങനെയൊന്നുമില്ല. സിനിമ ഓരോ കാലഘട്ടത്തിൽ ഓരോ ചിലത് നന്നായിട്ടുണ്ട്, ചിലത് ചീത്തയായിട്ടുണ്ട്, ചിലത് ആളുകൾ തീരെ കണ്ടിട്ടില്ല, ചില ആളുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പറയും, മാഷ് എഴുതിയിട്ടുള്ള പല സിനിമകളും ഒരു ഈ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സിനിമയുടെ പിന്നെ ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കഥ തിരക്കഥയായി ഏറ്റവും എഫക്റ്റീവായിട്ട് കാണികളുടെ ഹൃദയത്തിലേക്ക് അടിക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ. ഇപ്പോൾ വാർത്ത എന്ന് പറഞ്ഞ സിനിമ, എനിക്ക് അതിലെ ഓരോ സംഗതികളും അതിന് കഥാപാത്രങ്ങളെ ഉണ്ടാക്കി നാടകീയമായി അവരെ അവതരിപ്പിക്കുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ട്വിസ്റ്റുകൾ കൊണ്ടുവരിക, കഥാപാത്രത്തെപ്പറ്റി അതുവരെ നമ്മൾ പ്രേക്ഷകൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലേക്ക് അവർ പെട്ടെന്ന് ഇറങ്ങി വരിക, അവിചാരിതമായ ഒരു ഫിനിഷിലേക്ക് അവരെത്തിക്കുക. ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇത് മാഷ ഇരുത്തിക്കൊണ്ടിങ്ങനെ പറയുന്നതൊന്നല്ല, നമ്മൾ പലപ്പോഴും മാഷയുടെ അസാന്നിധ്യത്തിൽ പലരുമായിട്ട് സംസാരിക്കാറുള്ള വിഷയമാണിത്. ഇത് വെറുതെ ഭംഗിവാക്കാം.